പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോ ദിവസവും നടത്തുന്ന വഴിക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഇന്ന് ഒന്നിവിടെ ഇരുന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ അത്ഭുതകരമായി നമ്മളെ ഓരോരുത്തരെയും നടത്തി. എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകേണ്ടതായിരുന്നു, എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോകേണ്ടതായിരുന്നു, തീർന്നു എന്ന് വിചാരിച്ച എത്രയോ സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മളെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുന്നു. ചിലപ്പോൾ ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ വിസ്മയമാണ് നമ്മുടെ ജീവിതം. അതിശയിച്ച് നോക്കാറുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്, എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു വന്നത്. ഈ ബൈബിളിൽ ഒരു വചനമാണല്ലോ, പിശാച് വരുന്നു അറപ്പാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്നു. ഈ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ വിടുതലും സംഭവിക്കുന്നത്. അതും ഒരു വിസ്മയമല്ലേ അല്ലെ? പിശാചിന്റെ എല്ലാ പ്രവൃത്തിയും നമ്മളിപ്പോ മോഷണം എന്ന് പറയുന്നത്, മോഷ്ടിക്കാൻ വരുന്നു എന്ന് പറയുന്നത് കള്ളനാണ് അല്ലെ? അറിയാത്ത സമയത്ത് ആരും കാണാതിരിക്കുമ്പോഴാണ് കള്ളൻ വരുന്നത് അല്ലെ? അതുപോലെ തന്നെയാണ് കർത്താവിന്റെ വിടുതലും. ഇറ്റ് കംസ് ഇൻ ആൻ അൺഎക്സ്പെക്ടഡ് ടൈം, ഇൻ ആൻ അൺഎക്സ്പെക്ടഡ് വേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത്. അതാണ് ഗോഡ്സ് ടൈം, തക്ക സമയത്ത്. ആ കർത്താവിന്റെ ആ വലിയ സ്നേഹം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിസ്മയമാണ്. പലതും അത്ഭുത. എങ്ങനെ നടത്തി, തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാ കടം മാറിയത്, എങ്ങനെയാ രോഗം സൗഖ്യമായത്, എങ്ങനെയാണ് അത്ഭുതം നടന്നത് എന്ന് നോക്കി പലപ്പോഴും നമ്മൾ വിസ്മയിക്കാറുണ്ട് അല്ലേ? പ്ലീസ് ആ കർത്താവിന്റെ മുഖത്തോട്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ നോക്കാം. ഹീസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അവനൊരു മാറ്റവും ഇല്ല. ഇന്നലെ ഉണ്ടായിരുന്ന, ഇന്നലെ എന്നെ നടത്തിയ കർത്താവ് ഇന്നും എന്നെ നടത്തും. ആ കർത്താവ് നാളെ എന്റെ കൂടെ കാണും. സോ ഐ വിൽ നോട്ട് വെറി അബൌട്ട് എനിത്തിങ്. ഒന്നിനെ കുറിച്ചും ഈ ദിവസം ഞാൻ വിചാരപ്പെടത്തില്ല. തല ഉയർത്തിപ്പിടിച്ച് ആ കർത്താവിലോട്ട് ഞാൻ നോക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു അത്ഭുതത്തിന്റെ ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാം കർത്താവ് നന്മയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു. ഈ യാക്കോബിന്റെ ലേഖനം 1-17 വാക്യം പറയാം, എല്ലാം നല്ലതാനും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആമേ. എല്ലാം നല്ല ദാനും തികഞ്ഞ വരമൊക്കെ എന്ന് പറഞ്ഞ് എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരവുമാ എന്റെ കർത്താവിൽ നിന്ന് വരുന്നത്. ദോഷമായിട്ട് കർത്താവ് ഒന്നും ചെയ്യത്തില്ല. ഇംഗ്ലീഷ് പറയാ ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എ വെരി പെർഫെക്റ്റ് ഗിഫ്റ്റ്. തികഞ്ഞ വരം, പെർഫെക്റ്റ് ആയിട്ടുള്ള, നമുക്ക് വേണ്ടിയത് എല്ലാം നല്ല ദാനങ്ങളും. നമ്മൾ എന്തെങ്കിലും രോഗവും ഒക്കെ വരുമ്പോഴത്തേക്ക്, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം കർത്താവ് എന്താ ഇത് എന്റെ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ. കർത്താവ് ഒരിക്കലും അങ്ങനെ തരത്തില്ല. കർത്താവ് തരത്തില്ലെന്ന് നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചോണം. എന്റെ കർത്താവ് നന്മയല്ലാതെ ഒന്നും എനിക്ക് ചെയ്യത്തില്ല. എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യത്തുള്ളൂ. ആ പിശാച് ചില തന്ത്രങ്ങളൊക്കെ കർത്താവിന് ഉള്ളതല്ലേ കർത്താവിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവന്റെ ഈ യെശയ്യാ പ്രവാചകൻ പറയല്ലേ, അവന്റെ പേര് അത്ഭുത മന്ത്രി, എക്സ്ട്രാ ഓർഡിനറി സ്ട്രാറ്റജിസ്റ്റ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അതുകൊണ്ട് അത്ഭുതം ചെയ്യത്തുള്ളൂ. കർത്താവിന്റെ ഓഫീസ് രോഗവും ഭാര്യവും ദുഃഖവും ഉണ്ടെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. എന്റെ കയ്യിൽ അതൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ കുറച്ചും കൂടെ ചൊവ്വയാക്കി നേരെയാക്കി. അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ അങ്ങ് നമ്മളെ പരീക്ഷിച്ചു കൊണ്ട് തന്റെ ജീവനെ ആ ക്രൂശിൽ കൊടുക്കണ്ടായിരുന്നല്ലോ. അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി തരണ്ടായിരുന്നല്ലോ. നിലവിളിച്ച് തന്റെ ജീവനെ വിടണ്ടായിരുന്നല്ലോ. നമ്മൾ നിലവിളിക്കാതിരിക്കാൻ, നമ്മൾ കഷ്ടപ്പെടാതിരിക്കാൻ യേശു ആ ക്രൂശിൽ കയറി നമുക്ക് വേണ്ടി മുഴുവൻ ആ ക്രൂശിൽ താൻ സഹിച്ച്, ആ ക്രൂശിനെ ജയിച്ച്, പ്രതിസന്ധികളെ ജയിച്ച്, ആ മരണത്തെ പോലും തോപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒരു കർത്താവ്. അപ്പൊ നമ്മൾ മരണത്തിലും ജയാളികളാണ്. മരണത്തിന്റെ മേലും നമുക്ക് അധികാരമുണ്ട്. മരണത്തിന് നമ്മളെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. പിന്നെയാണ് ഒരു പ്രശ്നം, ഒരു പ്രതികൂലം, ഒരു ഭാരം, ഒരു ദുഃഖം, ഒരു നിരാശ. ചിലതൊക്കെ ആ പിശാച് ഒന്ന് കൊണ്ടിടുമ്പോ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോവാൻ പറയാനുള്ള അധികാരം നമുക്കുണ്ട്. നമ്മൾ പറയുമ്പോൾ അത്ഭുതം നടക്കും. ഇന്നലെ ഒരു സൗകര്യം എന്നെ വെളിയിൽ ഡൽഹി അപ്പുറത്തു നിന്ന സൗരി എന്നെ ഇടയ്ക്ക് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സൗരിയുടെ ഹസ്ബൻഡിന് ജോലി കിട്ടിയപ്പം
22ാമത്തെ വയസ്സിലാണ് ജോലി കിട്ടിയത്. എയർ ഇന്ത്യയില് ജോലി ചെയ്യുക. അപ്പം എനിക്ക് ഒന്ന് 2-3 വർഷമായല്ലോ. അപ്പം മുതല് 56 ഇയർ ആകുമ്പോ 56 വയസ്സാകുമ്പോ റിട്ടയർമെന്റ്. അപ്പൊ അവര് ഇതൊക്കെ ഒപ്പിട്ടപ്പോ ഇതൊന്നും നോക്കിയില്ല. ജോലിയിലെല്ലാം പ്രവേശിച്ച് എല്ലാം ജോലിയെല്ലാം കിട്ടി വലിയ സാക്ഷ്യമായി പ്രവേശിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും 56ാമത്തെ വയസ്സ് റിട്ടയർ. അതാ കമ്പനിയുടെ ഇത് റൂള്. അങ്ങനെ അന്നേരം മുതൽ ഇവർക്ക് വിഷമായി. കുഞ്ഞിന്റെ പഠിത്തമൊന്നും ആയിട്ടില്ല. ഒരു മോളുടെ PG കഴിഞ്ഞ് ഇറങ്ങത്തില്ല ആ സമയത്തേക്ക്. എന്നിട്ട് 3-4 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഓരോ വർഷം മുമ്പോട്ട് പോകുമ്പോ ഈ സൗരനും പറയും ഇല്ല, കർത്താവ് അത്ഭുതം ചെയ്ത്. സൗരി പറയും ഇത് 60 വർഷമാക്കി മാറ്റും. 60ാമത്തെ വയസ്സിലെ റിട്ടയർമെന്റ് ഉള്ളൂ. അത് കഴിഞ്ഞ് നല്ല ഇതാണെങ്കിൽ പിന്നെയും ജോലി ചെയ്യാം. അങ്ങനെ പറഞ്ഞിരുന്നു. ഇത്ര വർഷങ്ങളായി ഒന്നും സംഭവിക്കാറായില്ല. 56 വയസ്സെടുക്കാൻ പോകുന്നു. അപ്പൊ ഇങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്ന ഇടയ്ക്ക് സംശയങ്ങളൊക്കെ വരും. വചനം കേൾക്കും, ധൈര്യപ്പെടും. പറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം അവര് പുതിയ റൂൾ ഇറക്കി. 60ാമത്തെ വയസ്സിലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ അവരാദ്യം വിചാരിച്ചു 50 വയസ്സ് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് 56ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ചെയ്യണം. ഞങ്ങളുടെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. നമ്മൾ ആദ്യം വഴിയെല്ലാം അടഞ്ഞതേ നമ്മൾ കാണത്തുള്ളൂ. പക്ഷെ കർത്താവ് ഏറ്റവും ബെസ്റ്റ്. കർത്താവിനറിയാം ഞാൻ ഒരു 60 വയസ്സ് വരെ ഇവന് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ടെന്ന്. എല്ലാം നല്ല ദാനങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കർത്താവ് ചെയ്യത്തുള്ളന്നേ. അതുകൊണ്ട് ഇന്നലെ എനിക്ക് സാക്ഷി ഇട്ടിരിക്കുക. മിനിഞ്ഞാന്ന് അവര് ഇതിറക്കി 60ാമത്തെ വയസ്സിലെ റിട്ടയർമെന്റ് ഉള്ളെന്ന്. എന്റെ കർത്താവ് എത്ര വിശ്വസ്തനാ. എല്ലാം നല്ല ദാനങ്ങൾ തികഞ്ഞ വരം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുള്ളൂ. ഇന്ന് കർത്താവിനോട് പരാതി ഒക്കെ ആയിട്ടിരിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കർത്താവ് നല്ലത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുള്ളൂ. ചിലപ്പോ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും അവിടെ ഈ പ്രതിസന്ധി എന്നെ മുക്കിക്കളയത്തില്ല, ഇതിനെ ഞാൻ മുക്കിക്കളയും. ഇത് എന്റെ വിടുതലിന് വേണ്ടിയാ. ഒരത്ഭുതം കൂടെ, ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സാക്ഷിയായി തീരാനാ. കർത്താവ് എന്റെ ജീവിതത്തിൽ ഇത് ചെയ്ത്, കർത്താവ് ദോഷമായിട്ട് ചെയ്യത്തില്ല. പിശാച് ചെയ്താലും കർത്താവ് അതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തു തരും. ആ കർത്താവ് കൂടെയുണ്ട്. ഒന്നിലും നിരാശപ്പെടേണ്ട. ഇന്ന് കടഭാരത്താൽ ഭാരപ്പെട്ട ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത ഒരു കുടുംബത്തെ കർത്താവിനെ കാണിക്കുക. ഇല്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. ഞങ്ങൾ ഇതിവിടെ ഇരുന്ന് പറയണമെങ്കിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം നഷ്ടപ്പെട്ടവരായിരുന്നു. കടഭാരത്താൽ എല്ലാം തകർന്ന്, രോഗത്താൽ, നിരാശയാൽ ഇനി ഒരു എന്നാ പറയുക സാധ്യതയും ഇല്ല ഞങ്ങൾക്കെന്നുള്ള ഒരു എന്നാ പറയുന്ന വഴിമുട്ടി നിന്ന ഒരു വ്യക്തികളായിരുന്നു. ഇനി ഒരു ഉയർച്ച ഉണ്ടാവും. കുഞ്ഞുങ്ങളെ എങ്ങനെ, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒന്നും എത്തിയിട്ടില്ല. അവര് 5ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുക. അവരുടെ ഭാവി എന്തായി തീരുമെന്നോ. 5-ായോ? ചിപ്പി 5-ായോ? 4-ലും 2-ലും കർത്താവിന്റെ സന്നിധി വരും. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. പക്ഷെ ഓരോ ദിവസവും എത്ര അത്ഭുതകരമായ കർത്താവ് നടത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നന്മതയെ ചെയ്തിട്ടുള്ളൂ. പ്രതിസന്ധികളൊക്കെ വന്നു കേട്ടോ, ഭാരങ്ങളൊക്കെ വന്നു, കയ്യിലൊന്നും ഇല്ലാത്ത അവസ്ഥകളൊക്കെ കഴിഞ്ഞും എല്ലാം വന്നു. പക്ഷെ അവിടെ ഒന്ന് ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിച്ചില്ല. ആ കർത്താവ് കൂടെ ഉണ്ടെന്നേ. ചില ഭാരങ്ങളും പ്രതിസന്ധികളും ഒക്കെ മുമ്പിൽ വരുമ്പോ ആ കർത്താവ് ആരാണെന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു തരും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാനും, ഒന്നുകൂടെ ദൈവസന്നിധിയിൽ താഴാനും, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാനും, കർത്താവിന്റെ ശബ്ദം കേൾക്കാനും എല്ലാം കർത്താവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇന്ന് ആരും ഭാരപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുക. നിങ്ങളുടെ തലമുറകളിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക. നിങ്ങളുടെ ആരോഗ്യത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക. കർത്താവ് അത്ഭുത മന്ത്രിയാണ്. എന്നാ അത്ഭുതകരമായ സാക്ഷ്യമാഷിനാ കേട്ടത്. നോക്കിയേ, കർത്താവിന് എന്താ ചെയ്യാൻ മേലാത്തത്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വലിപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ മേലാത്തതിന്റെ അപ്പുറം കർത്താവ് ചെയ്യാൻ മതിയായവനാണ്.
പരിശോധന. നിയമങ്ങളെ മാറ്റി എഴുതേണ്ട സമയത്ത് നിയമങ്ങളെ മാറ്റി എഴുതും. കമ്പനിയുടെ പോളിസിയെ മാറ്റേണ്ട സമയത്ത് കമ്പനി പോളിസിയെ എൻ്റെ കർത്താവിന് മാറ്റി എഴുതാൻ പറ്റും. നിങ്ങളുടെ രോഗം എത്ര പ്രതികൂലമാണെങ്കിലും, ആ മെഡിക്കൽ റിപ്പോർട്ട് എത്ര പ്രതികൂലമാണെങ്കിലും ഒരൊറ്റ നിമിഷം മതി. ഷീനായിക്ക് സർജറി ചെയ്യാനും മേല, സർജറി ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലാണ് കർത്താവ് തൊട്ടത്, അത്ഭുതകരമായി സൗഖ്യമാക്കി. ആഫ്റ്റർ 27 years ഇന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായിട്ടൊരു കാര്യം പറയാം. പലരും നമ്മുടെ കൂടെ നിന്നില്ലെന്ന് വരും, പലരും നമുക്ക് അനുകൂലമായി നിന്നില്ലെന്ന് വരും. ഞങ്ങൾ ഒത്തിരി പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും, ഞങ്ങളുടെ കൂട്ടരിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ഞങ്ങൾ ഒത്തിരി പ്രതികൂലങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. പക്ഷെ പലരും അനുകൂലമായിട്ട് നിന്നില്ല. പക്ഷെ ഒരാൾ അനുകൂലമായിട്ട്, ഹിസ് നെയിം ഇസ് ജീസസ്. ഇന്നും ദൈവത്തിന്റെ അനുകൂലത നിങ്ങൾക്കുണ്ട്. ആ യാക്കോബ്, കർത്താവിന്റെ അർദ്ധ സഹോദരനായ യാക്കോബ് ലേഖനം എഴുതുമ്പോൾ താൻ വിളിച്ചു പറയുകയാണ്, താൻ തൊട്ടറിഞ്ഞ ഒരു കർത്താവിനെ, രുചിച്ച് അറിഞ്ഞ ഒരു കർത്താവിനെ നമ്മുടെ മുമ്പിൽ തുറന്ന് കാണിക്കുകയാണ്. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും സ്വർഗത്തിൽ വെളിച്ചത്തിന്റെ പിതാവിൽ നിന്ന് വരുന്നു. പ്രൈസ് ലോർഡ്. ഹി വിൽ ഡു ഓൺലി ഗുഡ്. ദോഷമായിട്ട് ഒന്നും ചെയ്യുന്ന കർത്താവല്ല. എന്നാൽ പെട്ടെന്ന് അതിന്റെ 2ാം വാക്യം മുതലൊന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുന്ന ചില വാക്കുകളും അവിടെ ഉണ്ട്. നമുക്കൊന്ന് ആ ഭാഗം ഒന്ന് വായിക്കാം, അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രഭാതത്തിൽ ചിന്തിപ്പിച്ച വചനം, നിങ്ങൾ വിവിധ പരീക്ഷ, when you go through trials. അപ്പം ഈ പരീക്ഷ ഇല്ലെന്ന് പറഞ്ഞിട്ട് ട്രയൽ ഉണ്ടെന്നാണല്ലോ താൻ എഴുതി തുടങ്ങുന്ന, ആ ലേഖനം എഴുതി തുടങ്ങുമ്പോൾ താൻ ട്രയൽസിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങളുടെ വിവിധ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അശേഷം സന്തോഷം. ഒരു പ്രതികൂലങ്ങളിൽ കടന്നു പോകുമ്പോൾ സന്തോഷിപ്പീൻ എന്ന് പറയാൻ പറ്റുന്ന, ഇന്നലെ ഷീന ആ ലൈവിന്റെ ആരംഭത്തിൽ പറഞ്ഞത് റിജോയ്സ് ഇൻ ദ ലോർഡ് എന്ന, അല്ലെ? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. പൗലോസ് പറയാണ് സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. എന്താ അതിന് കാര്യം? ബിക്കോസ് ജീസസ് ഈസ് മൈ ലോർഡ്. യേശു എന്റെ കർത്താവ്, മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരം ജയിക്കാത്തവൻ. യേശു എന്റെ കർത്താവായതുകൊണ്ട് ഞാൻ ഒരിക്കലും ലജ്ജിക്കത്തില്ല. ഞാൻ ഏതൊക്കെ വിഷയങ്ങളിൽ, പ്രതികൂലങ്ങളിൽ ഞാൻ കടന്നു പോകുന്നുണ്ടോ അതിനെ മുഴുവൻ കർത്താവ് കാൽവരി ക്രൂശിൽ വഹിച്ചു, നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. അതിന്റെ മേൽ ജയഘോഷം. ക്രൂശിനെ ജയിച്ചു, മരണത്തെ ജയിച്ചു, അതിന്റെ മേൽ ജയഘോഷം. നിയമത്തെ എനിക്ക് വിരോധമായി നിന്ന്, നിയമമായിരുന്നു വിരോധമായി നിന്നത്. കാരണം എനിക്ക് നിയമത്തിന്റെ അനുസരിച്ച് നടക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ ബലഹീനനായ മനുഷ്യനാണ്, എനിക്ക് നിയമം അനുസരിച്ച് നടക്കാൻ സാധിച്ചില്ല. പക്ഷെ അതിനെ മുഴുവൻ ഒരിക്കലായി ക്രൂശിൽ തറച്ച് എന്റെ നടുവിൽ നിന്നും കർത്താവ് നീക്കിക്കളഞ്ഞു. ഇന്ന് അവനിലോട്ട് നോക്കുന്നവർ പ്രകാശിതരാകും. ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും. വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, അപ്പം ഈ വിശ്വാസ ജീവിതത്തിൽ ടെസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പരീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. കർത്താവ് ഒരിക്കലും നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന കർത്താവല്ല. എന്നാൽ നമുക്ക് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. ഒന്ന് വായിച്ച 3-ാം വാക്യം ശീല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. അപ്പൊ എന്തിന്റെ ഏത് പരിശോധിക്കപ്പെടും? യുവർ ഫെയ്ത്ത് വിൽ ബി ടെസ്റ്റഡ്. കേട്ടോ, അത് നമ്മുടെ നിങ്ങൾക്ക് ഈ ദൈവവചനം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, നമ്മൾ ആദ്യം മുതൽ എബ്രഹാം മുതൽ നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയിലും അവരുടെ വിശ്വാസം പരിശോധിക്കപ്പെട്ട സമയങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. മോശ വിശ്വാസം പരിശോധിക്കപ്പെട്ട സമയങ്ങൾ മോശയ്ക്കുണ്ട്. എബ്രഹാമിന് വിശ്വാസം പരിശോധിക്കപ്പെട്ട സമയമുണ്ട്. ദാനിയേൽ പ്രവാചകന് വിശ്വാസം പരിശോധിക്കപ്പെട്ട സമയങ്ങളുണ്ട്. നോക്കിക്കേ, യോബ് എന്തൊക്കെ പരീക്ഷകളിലൂടെ താൻ കടന്നുപോയി. തന്റെ ഫെയ്ത്ത് പരിശോധിക്കപ്പെട്ട സമയങ്ങളുണ്ട്. ദാവീദ് തന്റെ വിശ്വാസം പരിശോധിക്കപ്പെട്ട സമയങ്ങളുണ്ട്. ജോസഫ് താൻ വിശ്വസിച്ചതിന് എല്ലാം വിപരീതമായിട്ടാണ് നടക്കുന്നത്, അല്ലെ? എല്ലാം നോക്കി. ദാവീദ് പറയുന്ന ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 91-ാം സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും. ഞാൻ കഴിഞ്ഞ ദിവസം അത് വായിച്ചപ്പോ എന്റെ മനസ്സിൽ പുള്ളിക്ക് ഒരു 10,000 പ്രോബ്ലം ഉണ്ടായിരുന്നു.
എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും. അപ്പൊ പുള്ളിക്ക് 10,000 പ്രോബ്ലം ഉണ്ടായിരുന്നു. 1-2 വിഷയങ്ങളല്ല, ഒരു 10,000 പ്രോബ്ലം പുള്ളിക്ക് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെയെല്ലാം കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്, വശത്ത് 1000 വീണാലും 10,000 വീണാലും അതൊന്നും എന്നോട് അടുത്ത് വരത്തില്ല. കാരണം പ്രൈസ് ദി ലോർഡ്, ഞാൻ അവന്റെ ഉള്ളം കരത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഈ ട്രയൽസ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയാണ്. പലപ്പോഴും ഞാനും നിങ്ങൾ കടന്നു പോകുന്ന ഒരു വിഷയത്തിന്റെ അകത്ത് നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് കാണാൻ സ്വർഗം നോക്കിയിരിക്കുകയാണ്. ഈ ട്രയൽസ് ആർക്കും സന്തോഷം. ട്രയൽസിന് 3 സ്വഭാവമുണ്ട് കേട്ടോ. ഈ ട്രയൽസ് അൺഅവോയ്ഡബിൾ ആണ്. ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവനോടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെ നമ്മൾ ട്രയൽസ് ആർ അൺഅവോയ്ഡബിൾ. 2 ട്രയൽസ് ആർ അൺപ്രഡിക്റ്റബിൾ. നമുക്ക് ഈ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇങ്ങനെ ഒരു വിഷയം വരുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെയാണെങ്കിൽ ഈ ഉരുളൊക്കെ പൊട്ടുന്നതിന്റെ തലേദിവസം എല്ലാവരും അവിടുന്ന് മാറി താമസിച്ചേനെ അല്ലെ. അൺപ്രഡിക്റ്റബിൾ. നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്താണ് ഈ പ്രതിസന്ധികൾ പലപ്പോഴും വരുന്നത്. അതുപോലെ തന്നെ അൺകംഫർട്ടബിൾ ആണ്. നമുക്ക് ആർക്കും ഈ ട്രയൽസ് ആർക്കും സന്തോഷം തരുന്നതല്ല അല്ലെ. ട്രയൽസ് എനിക്കൊരു 2 പ്രതിസന്ധിയും കൂടി ഞാൻ അതിനെ ഹാൻഡിൽ ചെയ്യും. എന്റെ കർത്താവിനാൽ നമ്മളെല്ലാരെയും ഹാൻഡിൽ ചെയ്യും. ഇത് ആർക്കും അൺകംഫർട്ടബിൾ ആണ്. പ്ലീസ് അൺപ്രഡിക്റ്റബിൾ ആണ്. നോക്കിയേ, അതുപോലെ തന്നെ അൺഅവോയ്ഡബിൾ ആണ്. ഈ 3 ട്രയൽസിന്റെ 3 സ്വഭാവങ്ങളാണിത്. പ്ലീസ് അത് നോക്കിയേ, ട്രയൽസ് എന്ന് പറയുന്നത് ഉണ്ട്. പക്ഷേ അവിടെ പറയുകയാണ് ഇതെല്ലാം കാണുമ്പം സന്തോഷവും എണ്ണണം. കാരണം ഇതെല്ലാം എന്റെ വിശ്വാസത്തിന്റെ പരിശോധനയാണ്. എന്നാൽ ആ 4ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒന്നിലും കുറവില്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വസിക്കുകയാണ് ഈ വചനം ഒന്നിലും കുറവില്ലാതെ. ഒന്ന് വിളിച്ചു പറയാമോ? എന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. അവിടെ ദൈവവചനം എനിക്ക് തരുന്ന ആ ധൈര്യവും ബലവും പ്രത്യാശയും എന്നാ, എനിക്ക് ഒന്നിനും കുറവ് വരത്തില്ല. എനിക്ക് ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും. പറഞ്ഞേ, ഞാൻ തികഞ്ഞവർ. ഐ വിൽ ബി മച്വർ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഐ വിൽ ബി മച്വർ ആൻഡ് കംപ്ലീറ്റ്. ഞാൻ മച്വർ ആകും. എന്റെ വിഷയം ഒരിക്കലും എന്നെ ബലഹീനമാക്കുവല്ല, വിഷയം എന്നെ ഒരു മെച്യൂരിറ്റിയിലോട്ട് കൊണ്ടുവരുന്ന. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും എന്റെ മുമ്പിൽ ഒന്നുമല്ല, ഇതിനെ തരണം ചെയ്യാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ടാണ് വചനം നമ്മളെ ഓർപ്പിക്കുന്നത്, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, അതിനെ എന്ത് ചെയ്യാം, എന്റെ കാൽക്കീഴിലാക്കി വെക്കാൻ എനിക്ക് കഴിവുണ്ട്. അത് ആ കൃപ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അത് എന്റെ സഹായകനാൽ, എനിക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനാൽ അത് സാധിക്കും. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ, നിങ്ങളുടെ ഓപ്പോസിഷൻ എന്ത് തന്നെയാണെങ്കിലും ഇറ്റ് ഈസ് അണ്ടർ യുവർ ഫീറ്റ്. അത് നിങ്ങളുടെ കാലിന്റെ കീഴിൽ തന്നെ മെതിച്ച് കളയും. യു വിൽ ട്രാമ്പിൾ അപ്പോൺ ഇറ്റ്. അതിനെ എന്ത് ചെയ്യും? മെതിച്ച് കളയും. നിങ്ങളുടെ കാലിന്റെ കീഴിൽ തന്നെ മെതിച്ച് കളയും. ആ ഒരു ട്രയൽ കാണുമ്പോൾ, ഒരു വിഷയം കാണുമ്പോൾ തിരിഞ്ഞോടാതെ ഞാൻ കർത്താവിന്റെ അടുത്ത് വന്നിട്ടും എന്റെ കാര്യമൊക്കെ ഇങ്ങനെയാ. പിന്നെയും ചില വിഷയങ്ങളാണ്. പിന്നെ വിഷയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുമെന്നേ. പക്ഷേ നോക്കിയേ, ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം. കർത്താവിന്റെ സ്വഭാവവും കർത്താവിന്റെ വിടുതലിന്റെ സ്വഭാവവും എല്ലാം സെയിം ആണ്. ഇത് എന്ത് ചെയ്യുക? വിശ്വാസത്തെ പരിശോധിക്കുകയാണ്. എന്റെ ഫെയ്ത്ത്, അവിടെ എന്റെ പ്രാർത്ഥനയുടെ രീതി എന്നാ, അവിടെ എങ്ങനെയാണ് ഞാൻ അതിനെ തരണം ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണ് ഞാൻ അതിനെ പിടിച്ച് എടുക്കുന്നത്. അവിടെ പറയുകയാണ്, എന്നാൽ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും സ്ഥിരതയ്ക്ക് തക്ക പ്രവൃത്തി ഉണ്ടാകും. ഒന്ന് പേഴ്സിവറൻസ്, സ്ഥിരത. Let us have perseverance. Let us be patient. ആ സ്ഥിരതയെ നോക്കി അതിനൊന്ന് വെയിറ്റ് ചെയ്യാൻ. ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് കണ്ടേ, വിടുതൽ നടക്കും. എന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. കർത്താവ് ദോഷമായി അവിടെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പോയിട്ടു എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണോ വന്നത്, അങ്ങനെ പറയാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവിടെ ദൈവമക്കൾ വിളിച്ചു പറയാൻ തുടങ്ങണം, ഇല്ല എന്റെ കർത്താവ് എനിക്ക് ദോഷമായിട്ട് എന്റെ കർത്താവ് ഒന്നും എനിക്ക് ചെയ്യത്തില്ല. അതല്ലേ ഷിന വായിച്ചത്, എല്ലാ നല്ല ദാനങ്ങളും. അവിടെ അതിന്റെ 6ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ അവൻ ഒന്നും സംശയിക്കരുത്. അവിടെ പറയുകയാണ്, ഒന്നും സംശയിക്കാതെ
വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമനാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യരുത്? സംശയിക്കരുത്. അവിടെ ഇതെല്ലാം വിശ്വാസത്തിന്റെ പരിശോധനയാണ്. കർത്താവ് എന്നെ ടെസ്റ്റ് ചെയ്യുകയൊന്നുമല്ല. പ്ലീസ് നീ കുറച്ചുകൂടെ നന്നാക് എന്ന് പറഞ്ഞ് ഇവനൊരു ക്യാൻസറൂടെ കൊടുത്ത് കുറെ കടവും കൂടെ കൊടുത്ത് അങ്ങനെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന, എന്റെ തലയെ കുറച്ച് വെച്ച് കെട്ടി തരുന്ന കർത്താവല്ല. എല്ലാ നല്ല ദാനങ്ങളും ഹി വിൽ ഡു ഓൺലി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ്സ്. നോക്കിയേ, അതാ എന്റെ കർത്താവിന്റെ സ്വഭാവം. അതാണ് നല്ല ദാനങ്ങൾ, തികഞ്ഞ വരമൊക്കെയും സ്വർഗത്തിൽ ഉള്ളതല്ലേ. ഞാൻ പലപ്പോഴും പറയുന്ന സ്വർഗത്തിലുള്ളതേ സ്വർഗത്തിൽ നിന്ന് തരാൻ പറ്റുന്നത്. അവിടെ ക്യാൻസർ ഇല്ല കേട്ടോ, അവിടെ കടമില്ല. സ്വർഗത്തിൽ പ്രൈസ് തകർച്ചയില്ല, സ്വർഗത്തിൽ പ്രതികൂലമില്ല, സ്വർഗത്തിൽ കുഞ്ഞുങ്ങളുടെ വിഷയമില്ല. അതൊന്നും സ്വർഗത്തിലില്ല. സ്വർഗത്തിലുള്ളതേ സ്വർഗത്തിന് എനിക്ക് തരാൻ പറ്റത്. പക്ഷെ ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ഈ ട്രയൽസും ഈ പ്രതികൂലങ്ങളും എന്റെ വിശ്വാസത്തിന്റെ പരിശോധനകളും ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും ഈ 800 കോടി ജനങ്ങൾക്കുമുണ്ട്. ഇന്ന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയോട് ചോദിച്ചാൽ താൻ ഫേസ് ചെയ്യുന്ന ഒത്തിരി വിഷയങ്ങൾക്കാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ താൻ നേരിടുന്ന പ്രതിസന്ധികൾക്കാണ്. അംബാനി, ഏറ്റവും വലിയ സമ്പന്നനായ അംബാനിയോടോ അദാനിയോടോ ചോദിച്ചാൽ പറയും താൻ ഒത്തിരി ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ടെന്നോ. എല്ലാവരും ഫേസ് ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ കണ്ട് ഇട്ടിട്ടോടരുത്. അവിടെ ദൈവമക്കളെ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ തുടങ്ങണം, അവിടെ ധൈര്യപ്പെടാൻ തുടങ്ങണം, അവിടെ പറയണം ഐ നീഡ് മോർ, ഐ നീഡ് കറേജ്, ഐ നീഡ് സ്ട്രെങ്ത്. ദ ഹോളി സ്പിരിറ്റ് വിൽ ഗിവ് യു. അത് പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും തരും. കർത്താവ് അതല്ലേ പറഞ്ഞേ, ഞാൻ നിങ്ങളെ അനാഥനായി വിടത്തില്ല, ഞാൻ പരിശുദ്ധാത്മാവ് എന്ന ഒരു സഹായകനെയും കൂടെ ഐ വിൽ ഗിവ് യു എ ഹെൽപ്പർ. ഹെൽപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വേല ചെയ്യുന്ന ഒരാളെ പോലെ പാത്രം കഴുകി തരുന്ന ഒരാളല്ല. ഹെൽപ്പ് നമ്മുടെ പ്രതിസന്ധികളിൽ, എന്റെ ബലഹീനതകളിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന ആ ഒരു സഹായകനെ കർത്താവ് എനിക്ക് തരും. അവിടെ എന്നെ നീ ധൈര്യമായിട്ടിരിക്കും മകനെ. അവിടെ പരിശുദ്ധാത്മാവ് എന്നാ ചെയ്യുന്നറിയാവോ? പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം എന്നിൽ പ്രകാശിപ്പിക്കും. ദോഷമായിട്ടൊന്നും വരത്തില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. അവൻ എന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല, എന്നെ കൈവിടത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം എന്നാണെന്നറിയാവോ? ഈ പ്രതിസന്ധിയിൽ ഞാൻ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് ഇഫ് ഐ എം കണക്റ്റഡ് വിത്ത് ഹോളി സ്പിരിറ്റ്, ഞാൻ പരിശുദ്ധാത്മാവിൽ നിന്നും കൂടുതൽ ബന്ധപ്പെട്ട് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കും, വെളിച്ചം തരും, ധൈര്യം തരും. പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ സ്പിരിറ്റ് ഓഫ് വീക്ക്നെസ് ആണ്. പക്ഷേ പ്രൈസ് നോക്കിയ ധൈര്യത്തിന്റെ ആത്മാവാണ്, ബലം തരുന്ന ആത്മാവാണ്. ധൈര്യം കൊടുത്തു അപ്പോസ്തലന്മാർക്ക്. അടച്ചിട്ടിരുന്ന മുറിയിൽ ഒളിച്ചിരുന്ന വ്യക്തികൾ പട്ടണത്തിൽ ഇറങ്ങി കൈ ചൂണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച നസ്രായനായ യേശുവിനെ പിതാവാം ദൈവം അവരുടെ ധൈര്യം കാണുകയാണ്. അവരുടെ ധൈര്യം കാണാനാണ് വെല്ലുവിളിച്ച പ്രസംഗിച്ച. അവരുടെ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ദാവീദിന്റെ കല്ലറയും നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. അവനോ ദ്രവത്വം കണ്ടു, ഇവനോ ദ്രവത്വം കണ്ടില്ല. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുമെന്ന് ധൈര്യത്തോടെ പ്രസ്താവിച്ചു. നോക്ക്, എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഈ ദൈവവചനം നമുക്ക് തരുന്ന ഉറപ്പെന്നാ? കൗണ്ട് ഇറ്റ് ഓൾ ജോയ്. സന്തോഷിക്കുക. പ്രതികൂലത്തെ സന്തോഷിക്കാൻ പറ്റുമോ? ആ സന്തോഷിക്കാൻ നീ ദൈവവചനം അങ്ങനെയാ പറയുന്നെങ്കിൽ സന്തോഷിച്ചാൽ മതി. അവിടെ നോക്കിയേ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. ഇന്ന് ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്നവരോട് പറയാം, സന്തോഷിച്ചാൽ മതി. ബ്രദറിനിരുന്ന് പറയാം, ആ ബ്രദറും ഫേസ് ചെയ്യുന്ന പല വിഷയമുണ്ട്, അകത്തും പുറത്തും ഒക്കെ ഉണ്ട്, പലതും ഉണ്ട്, പല വിഷയമുണ്ടെന്നേ. സന്തോഷിച്ചാൽ മതി. ചിലപ്പോ ചില വിളിക്കുമ്പോൾ പറയും, ബ്രദറെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. വാഗ്ദത്തമുണ്ട്, ഐ വിൽ ഗിവ് യു സ്ലീപ്. സങ്കീർത്തനം 127 പറയുകയാണ്, എന്റെ പ്രിയന് ഞാൻ ഉറക്കം കൊടുക്കും. ഉറക്കത്തിൽ കൊടുക്കുമെന്ന മലയാളം, ഉറക്കം കൊടുക്കുമെന്ന ഇംഗ്ലീഷ്. ഐ വിൽ ഗിവ് യു സ്ലീപ്. പ്രോമിസ് പിടിക്കണം. പ്രോമിസ് ആണോ അതോ നമ്മുടെ വിഷയമാണോ? അവിടെ ഫെയ്ത്ത് വിടരുത്. അവിടെ വിശ്വാസത്തിന്റെ ചലഞ്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസം അതാ ചലഞ്ച്. തിരിഞ്ഞോടാൻ ഇല്ല, ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല.
ഇതൊക്കെ പണ്ട് അങ്ങനെ പോയപ്പോ ഒരു വിടുതൽ നടന്നതേ ഉള്ളൂ. ഇല്ല, ഇത് വർക്ക് ചെയ്യും. ഇത് 2000 വർഷമായിട്ട് ഇതിന്റെ ശക്തി വർദ്ധിച്ച് 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 വർദ്ധിച്ചു വന്നതേ ഉള്ളൂ. ഇത് ബലഹീനമാകുവല്ല ചെയ്തത്, ഇത് വർദ്ധിച്ചു വരിക. ഐ ബിലീവ് ഇൻ ഹിം. ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ ദൈവവചനം പറയുകയാണ്, എന്നാൽ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. അപ്പൊ വിശ്വാസം ഉള്ളിടത്ത് ട്രയൽ ഉണ്ട്. ട്രയൽ ഉള്ളിടത്ത് വിശ്വാസം ജയിച്ചു വരും. അല്ലെ, വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ നോക്കിയേ, ട്രയൽ ഉണ്ടോ വിശ്വാസമുണ്ട്. വിശ്വാസം ട്രയലിനെ ജയിക്കുകയും ചെയ്യും. ഡു ബിലീവ് ഇറ്റ്? നിങ്ങൾ വിശ്വസിച്ചാൽ, കർത്താവിൽ വിശ്വസിച്ച കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ, ഏത് വലിയ പ്രതിസന്ധി ആണെങ്കിലും ആ പ്രതിസന്ധിയെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അവിടെ പരീക്ഷയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 12-13 വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം. ഈ കൊള്ളാവുന്നവനായി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ക്യാരക്ടറിലോട്ടാണ് നോക്കുന്നത്. നമ്മുടെ ക്യാരക്ടറിന്റെ കാര്യമല്ല അവിടെ. ക്യാരക്ടർ വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. ക്യാരക്ടർ വേണം, സകല വിശുദ്ധിയിലും ജീവിക്കണം. പക്ഷേ അവിടെ അർത്ഥമാക്കുന്നത്, ആ ദൈവവചനം അർത്ഥമാക്കുന്നത് കൊള്ളാവുന്നവരായി, അവിടെ വിശ്വാസ ചോർച്ച സംഭവിക്കാതെ വിശ്വാസത്തിൽ തല ഉയർത്തി പിടിച്ച് കർത്താവിനോട് ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലേ? അതുകൊണ്ട് കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വേർ ഈസ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ ലൈഫ് ജാക്കറ്റ് ഉണ്ടോ? നിങ്ങളുടെ ലൈഫ് ജാക്കറ്റ് ഇല്ലായിരുന്നോ എന്നല്ല ചോദിച്ചത്, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളുടെ പ്രതിസന്ധിക്കകത്ത് നിങ്ങളുടെ വിശ്വാസം കാണുമോ അതോ പ്രതിസന്ധിയെ കാണുമോ? വിശ്വാസത്തിന്റെ അകത്ത് യാക്കോബ് ഓർപ്പിക്കാണ്, കൗണ്ട് ഇറ്റ് ഓൾ ജോയ്. സന്തോഷം എന്ന് പലപ്പോഴും ഷീന ഒരു കാര്യമുണ്ട്, ഇത് പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഇത് വിളിച്ചു പറയാൻ എളുപ്പമാണ്. പലപ്പോഴും അതിൽ ഗോ ത്രൂ ചെയ്യുന്നത് ഇച്ചിരി ഹാർഡാണ്. പക്ഷെ അവിടെയൊക്കെയാണ് നമ്മുടെ വചനം പ്രകാശിക്കേണ്ടത്. അവിടെയൊക്കെയാണ് കർത്താവിലുള്ള ഉറപ്പും ധൈര്യവും. ആ ജോഷുവായിട്ട് പറയുന്ന പോലെ, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. അതല്ലേ കർത്താവ് നമ്മളോട് മത്തായി സുവിശേഷം 28 അവസാനം എഴുതി തീർക്കുമ്പോൾ അവിടെ പറയാണ്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കും. ബ്രിങ് ജീസസ്. ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് യേശുവിനെ കൊണ്ടുപോകാം. ബ്രിങ് ഹിം. ആ ഫസ്റ്റ്, നമ്മുടെ ജീവിതത്തിന്റെ 1ാം സ്ഥാനത്ത് യേശുവിനെ കൊണ്ടുവന്ന് നിർത്തിക്കുക. യു വിൽ ലാക്ക് നത്തിങ്. ഒന്നിനും കുറവ് വരത്തില്ല. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് അടുത്ത വാക്യം, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് ആരും പറയരുത്. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല, പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയരുത്. കർത്താവിന് അങ്ങനെ അറിയത്തില്ല. എന്നിട്ട് അവിടെ താഴോട്ട് പറയും, 17ാം വാക്യത്തിൽ പറയുകയാണ്, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും സ്വർഗത്തിൽ വെളിച്ചത്തിന്റെ പിതാവിൽ നിന്ന് ഇന്ന് പ്രതിസന്ധി, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കൗണ്ട് ഇറ്റ് ഓൾ ജോയ്. അതിനെ ഒന്ന് നോക്കിയേ, എന്റെ ധൈര്യം എന്നാ. അപ്പൊ നോക്കിയ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ അതിന്റെ 15ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, നമുക്ക് എല്ലായിടത്തും ജയം തരുന്ന വിഷയമുണ്ട്, പക്ഷെ ജയമുണ്ട്. അല്ലെ, ഒരു ടെസ്റ്റ് ഉള്ളപ്പോഴാണ് അവിടെ വിക്ടറി ഉള്ളത്. അല്ലെ, ടെസ്റ്റിനല്ലേ വിക്ടറി ഉള്ളത്. പരീക്ഷയുണ്ടോ ജയമുണ്ട്. ദൈവമക്കൾ തോൽവി എന്ന് പറയുന്ന വാക്ക് എടുക്കണ്ട. നോക്കിയേ, ആ റോമർക്ക് എഴുതിയ ലേഖനം 8ാം അധ്യായത്തിൽ പറയാ, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എന്റെ ജീവിതത്തിൽ നടക്കുന്ന പൂർണ്ണ ജയം. ആ മരണത്തെ നോക്കിയാ പൗലോസ് പറയുന്നത്. എല്ലാരും മരണത്തെ നോക്കി പരാജയം തീർന്നു തോൽവി എന്ന് പറയുമ്പോൾ പൗലോസ് പറയാ, ഇല്ല, ജയമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അതിനെ വിക്ടറിയായിട്ട് കാണുക. സോ എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം, പ്രഖ്യാപിക്കണം. ഇത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. കർത്താവിന് ഉള്ളി നോവിക്കുന്ന കർത്താവല്ല.
കർത്താവ് കരയടാ കരയടാ കരയടാ, നീ കരഞ്ഞത് ശരിയായില്ല, കരയടാ, കുറച്ചുകൂടെ നിനക്ക് കുറച്ചുകൂടെ നിലവിളിക്കാനുള്ള കുറച്ചുകൂടെ കാര്യം ഞാൻ തരും എന്ന് പറഞ്ഞ് കരയടാ എന്ന് പറയുന്ന, നിലവിളിയടാ എന്ന് പറയുന്ന കർത്താവല്ല. നോക്കിയേ, ഈ പലപ്പോഴും ഈ ആസ്ക് എന്ന് പറഞ്ഞ അവിടെ ഒരു വാക്ക് ഉണ്ടല്ലോ ഷീന, ദൈവത്തെ പരീക്ഷിക്കപ്പെടുന്നു യാചിക്കണം, 6-ാം വാക്യം. എന്നാൽ ഒന്നും സംശയിക്കാത്ത വിശ്വാസത്തോടെ ഈ യാചന എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ആസ്ക് ആണ്. നമ്മള് ഞാൻ യാചിക്കുന്നത് ശരിയാകാൻ, യാചകനല്ല, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, മറന്നു പോകരുത്. ഈ അറിയാതെ ഈ യാചനാ സ്വഭാവം എന്റെ ഉള്ളിൽ, തരണേ 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 തരണേ, എനിക്ക് തരണേ അല്ല, ഐ ക്ലെയിം ഇറ്റ്. കാരണം ബിക്കോസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ദൈവത്തിന്റെ മകനാണ്. സോ ഐ ഹാവ് ഓൾ റൈറ്റ്സ്. നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് എല്ലാ റൈറ്റും ഉള്ളതുപോലെ തന്നെ ഞാൻ ദൈവരാജ്യത്തിൽ എനിക്ക് എല്ലാ റൈറ്റും ഉണ്ട്. ഐ എം എ റൈറ്റ്ഫുൾ ചൈൽഡ്. ഐ എം ബോൺ അഗെയിൻ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലോട്ട് ഞാൻ വീണ്ടും ജനിച്ച ദൈവവൈതനാണ്. സോ എന്നെ ഒന്നിനും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്നെ പരാജയപ്പെടുത്താൻ നോക്കിയാൽ പരാജയപ്പെടുത്തുന്നവരുടെ പരാജയമാണ്. They will get defeated. നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമാണ്. സോ തല ഉയർത്തിപ്പിടിച്ചോണം. എന്നിട്ട് ഇന്ന് ആ വിഷയത്തെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. കൗണ്ട് ഇറ്റ് ഓൾ ജോയ്. ആ വിഷയത്തെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. ചിരിക്കാതിനെ നോക്കി ധൈര്യമായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചു. തൊടത്തില്ല നിങ്ങൾ, തീരത്തില്ല അതിന്റെ അകത്ത്. അത് ഒരു ഫെയ്ത്ത് ടെസ്റ്റ് ആണ്. അത് ഞാൻ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് പോലെ തികഞ്ഞവരും, ടു മേക്ക് മീ മച്വർ, എന്നെ മച്വർ ആക്കുവാൻ. ആൻഡ് ഡോണ്ട് ലൂസ് യുവർ പെർസിവറൻസ്. ആ സ്ഥിരതയൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. ആ സ്ഥിരത നഷ്ടപ്പെടാതെ ആ കർത്താവിന്റെ മുഖത്തോട്ട് നോക്കി തന്നെ ഇരുന്നു, ലജ്ജിക്കത്തില്ല. വി ആർ ഗോയിങ് ടു പ്രേ ടുഗദർ. നമ്മൾ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവേ സ്തോത്രം. ഇന്ന് കേട്ടതുപോലെ കർത്താവെ, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെ നിന്റെ മക്കൾക്ക് നീ കൊടുക്കണമേ. അവരുടെ ഹൃദയങ്ങളുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നിൽപ്പാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. കർത്താവെ, നിന്റെ കരം തൊടണമേ. റീഖ ബാബ ബാബ അഹങ്കാരിക്കല്ല റീഖ ബാബ. എന്റെ കർത്താവിന്റെ സാന്നിധ്യത്താൽ ഓരോ കുടുംബങ്ങളും നിറയട്ടെ. ഇന്ന് കേൾക്കുന്ന എല്ലാവരുടെ മേൽ ഈ അഗ്നി പകരട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രോഗികൾ സൗഖ്യമാണ്. വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇപ്പോൾ തന്നെ ആ പെടലിയുടെ നീര് യേശുവിന്റെ നാമത്തിൽ ആ നരമ്പ് അതിന്റെ സ്ഥാനത്തോട്ട് കടന്നുപോയി ഒരു വ്യക്തി അത് ഭാരപ്പെട്ടിരിക്കുക, പടലി തിരിക്കാൻ മേലാതെ ഇരിക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുക. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നിങ്ങൾ ആ പെടലിയുടെ മേലെ ഒന്ന് കരം വെച്ച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ നീര് വറ്റട്ടെ. അത്ഭുതം നടക്കട്ടെ. എന്റെ കർത്താവ് ഓരോ മക്കളെയും തൊടണമേ. തലമുറയെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവർ ഈ കർത്താവിന്റെ കുഞ്ഞുങ്ങളാണെന്നൊന്ന് പറഞ്ഞ്, എന്റെ കുഞ്ഞുങ്ങളല്ല, അത് കർത്താവിന്റെ കുഞ്ഞുങ്ങളായി കർത്താവ് അവർക്ക് വേണ്ടി വഴി തുറക്കും. അത്ഭുതം നടക്കും. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ ഇറങ്ങും. അവർ ശുശ്രൂഷിക്കും. അവര് ആ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുമെന്നൊന്ന് പറഞ്ഞ് അത്ഭുതം നടക്കും. നിങ്ങളുടെ ഭവനത്തെ കർത്താവ് അനുഗ്രഹിക്കും. അത്ഭുതകരമായ വഴികളും വാതിലുകളും ഓരോരുത്തരുടെ മുമ്പിലും തുറക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം അവിടുന്ന് ജയം തരുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വീടുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തു യേശുവിന്റെ നിറവിന്റെ ഒത്തവണ്ണം എല്ലാവരും നിറഞ്ഞു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഒരു അനൗൺസ്മെന്റും കൂടി ഉണ്ട്. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നതാണ്. ഓഗസ്റ്റ് മാസം 15, 16, 17, അതായത് ഈ വെള്ളി, ശനി, ഞായർ 3 ദിവസം
കോഴഞ്ചേരി ഹെവൻലി ഫീസ്റ്റിൽ നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. കർത്താവിനാൽ ശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. തോമസ് ഊട്ടുമാർ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ ദാസൻ റോണക് ബ്രദർ നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ മധ്യത്തിൽ ബെന്നി ബ്രദർ, നമ്മുടെ മധ്യത്തിൽ അനേക ദൈവദാസ ബിനോയ് ബ്രദർ, അഡ്വക്കേറ്റ് ബിനോയ് ബ്രദർ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. കർത്താവ് അതിശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന, എന്നോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, സിറ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കഴിയാവുന്ന, എന്നെ ഈ ലൈവിലൊക്കെ കേൾക്കുന്ന പല സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർ കാണും, കഴിയുന്ന എല്ലാവരും കടന്നു വരണം. രാവിലെ 10-നുമുണ്ട്, വൈകിട്ട് 6 മണിക്കുമുണ്ട്. പക്ഷേ സഹോദരന്മാരെല്ലാവരും അവര് അവിടെ തന്നെ ഇരിക്കുകയാണ്. പ്രാർത്ഥനയിലും കൗൺസിലിങ്ങിലും പ്രത്യേകം പ്രാർത്ഥന വേണ്ടിയവർക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ വി ആർ സ്പെൻഡിങ് ടൈം ദർ. അതുകൊണ്ട് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണ്, ഓൾ വർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിന്ന്. എനിക്കറിയാം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സ്ഫോടനം നടക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദ ഡുനാമിസ് പവർ ഓഫ് ഗോഡ് ഈസ് ഗോയിങ് ടു ഗെറ്റ് മാനിഫെസ്റ്റഡ്. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി തൊടാൻ പോവുകയാണ്. ആ അഭിഷേകമാണ് നുഖങ്ങളെ തകർക്കുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ കടം മാറണം, രോഗം സൗഖ്യമാകണം, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ ഒത്തിരി അജണ്ടാസ് നമുക്കുണ്ട് അല്ലേ. പ്ലീസ്, പക്ഷേ നോക്കൂ, അഭിഷേകം. എനിക്കൊരു കാര്യം അറിയാം, ഹെവൻ ഈസ് ഗോയിങ് ടു ടച്ച്. സ്വർഗം ഭൂമിയെ തൊടുന്ന സമയമായിരിക്കും ഈ 3 ദിവസങ്ങൾ. ഞങ്ങള് പ്രാർത്ഥനയിലാണ്. വി ആർ എക്സ്പെക്ടിങ് ഗ്രേറ്റ് തിങ്സ് ടു ഹാപ്പൻ. കർത്താവിന്റെ കരം നീട്ടപ്പെടുന്നത്. ലെറ്റ്സ് സീ ആൻഡ് ജോയിൻ us. നമ്മൾ ഒന്നിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വാ. കർത്താവ് വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. സോ ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ടൈം, വണ്ടർഫുൾ ഡേ. നോക്കിയേ, കൗണ്ട് ഇറ്റ് ഓൾ ജോയ്. ഒന്ന് വിളിച്ചു പറയാമോ? എന്റെ കൂടി ഒന്ന് വിളിച്ചു പറയാം. ഐ വിൽ കൗണ്ട് ഇറ്റ് ഓൾ ജോയ്. എന്ത് പ്രതികൂലമാണെങ്കിലും ഐ വിൽ കൗണ്ട് ഇറ്റ് ഓൾ ജോയ്. ബിക്കോസ് ഇത് എന്റെ ഒരു ഫെയ്ത്ത് ടെസ്റ്റ് ആണ്, വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ഐ വിൽ നോട്ട് put to shame. ഞാൻ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഷെയർ ദ വീഡിയോ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ചിലപ്പോൾ കാണുന്ന ഒരാളായിരിക്കും അത്ഭുതകരമായ വിടുതൽ പ്രാപിക്കുന്നത്. സോ ഷെയർ ഇറ്റ് ടു ദ മാക്സിമം. God bless you. We love you in Jesus' name. അതുപോലെ ഒത്തിരി പേര് സ്റ്റാർസ് അയക്കുന്നുണ്ട്. ഞാൻ അവരെ എല്ലാം ഓർത്ത് കർത്താവിൽ നന്ദി പറയുന്നു. സോ God bless you. God bless you.